മാർക്കും എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഓപ്പണായിട്ട് പറയാൻ. കാര്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അതിൻ്റെ ഡയറക്ടറായാലും അതൊക്കെ അത്രയും പ്രോമിസ് ചെയ്യുന്നതല്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടും ബാക്കിയുള്ള സംഭവങ്ങളും മേക്കിംഗ് ഒക്കെ കിടിലാണ്. DOP അടിപൊളിയാണ്. പിന്നെ തുടക്കം മുതൽ അവസാനം വരെ കൂടുതലും അറിയാലോ, ഷൂട്ടിംഗ് ആണ്, വേറെ രോമാഞ്ചം. റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ആൻസിപ്പേറ്റഡ് മൂവിയായിരുന്നു ആഷിഖ് കപൂറിൻ്റെ. പക്ഷേ പുള്ളിയുടെ കുറേ നാൾക്ക് ശേഷം ഉള്ളൊരു മൂവിയാണ്. ബാക്ക്ഗ്രൗണ്ടും ബാക്കിയുള്ള സംഭവങ്ങളും മേക്കിംഗ് ഒക്കെ കിടിലാണ്. DOP അടിപൊളിയാണ്. പിന്നെ തുടക്കം മുതൽ അവസാനം വരെ അങ്ങേയറ്റം കിടിലുമാണ്. റെക്സ് വേജൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ടുണ്ട്. ഇത് വിസിലടിക്കാനുള്ള ഒത്തിരി മൊമെൻറ്റ്സ് ഉണ്ട്. അടിപൊളിയാണ്. മസ്റ്റ് വാച്ച്. തിയേറ്റർ മൂവിയാണ്. എത്ര എന്ത് പറഞ്ഞാലും OTT മൂവിയല്ല, തിയേറ്റർ മൂവിയാണ്. ആദ്യം മുതൽ അവസാനം വരെ കിടിലായിട്ടുണ്ട്. ഒരു ക്രിസ്മസ് തൂക്കാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും. ഉണ്ട്, നല്ലപോലെ ഉണ്ട്. കാരണം വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള മൂവിയാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് തിയേറ്റർ മൂവിയാണ്. അല്ലാതെ ബാറോസ് ഇറങ്ങിയാലും കട്ടയ്ക്ക് നിൽക്കുമോ റൈഫിൾ ക്ലബ്ബ് എന്ന് തോന്നുന്നു. പബ്ലിക്ക് നല്ല പടമാണ്. ആഷിഖ് കപൂറിൻ്റെ നല്ലൊരു മേക്കിംഗ് സിനിമയായിരുന്നു. ഫുൾ ത്രൂ ഔട്ട് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂത്തിന് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ആക്ഷൻ സിനിമ. പുള്ളിയുടെ DOP എങ്ങനെ ഉണ്ടായിരുന്നു? DOP നൈസായിരുന്നു. ഞാൻ അവസാനമാണ് എഴുതി കാണിച്ച പറഞ്ഞത്. പുള്ളി തന്നെയാണ് അതിൻ്റെ DOP ചെയ്ത് തന്നത്. DOP നൈസായിരുന്നു. ഇങ്ങനെ ഒരു അമൽനീരത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. ഉണ്ട്. അമൽനീരത്തിൻ്റെ അതേപോലത്തെ ഒരു ടെക്നിക്കൽ സ്റ്റൈൽ, അല്ലെങ്കിൽ ഗിരീഷ് ഗംഗാധരനെ പോലെയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഒരു സാധനം ഫീൽ ചെയ്തു. നന്നായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. 2 മണിക്കൂർ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അപ്പോൾ എങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ടായിരുന്നു മൂവിയിൽ? ശരിക്കും ഇത് 2 മണിക്കൂർ സിനിമയാണ്. ഒരു 2 മണിക്കൂർ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നൊരു സീക്വലിനൊക്കെ സാധ്യത ഉണ്ടാവാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടൈപ്പ് സാധനമാണ്. ഒരു വെല്ലുവിളിയാവും ഈ സിനിമ. മാർക്കും എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഓപ്പണായിട്ട് പറയാൻ. കാര്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അതിൻ്റെ ഡയറക്ടറായാലും അതൊക്കെ അത്രയും പ്രോമിസ് ചെയ്യുന്നതല്ല. പിന്നെ അവർ അത്രയും വയലൻസ് കൊണ്ടുവന്നൊരു സാധനം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഒരു കൗതുകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയതായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു മിറാക്കിൾ സംഭവിക്കണം തിരിച്ചു. ഒരു DOP എങ്ങനെ ഉണ്ടായിരുന്നു? പലരും പറഞ്ഞ അമൽനീരത്തിനെ പോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫ്രെയിംസ് ആയിരുന്നു. എന്താ പറയാനുള്ള? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ ലേഡീസിനൊക്കെ ഭയങ്കര ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഒരു പക്ക ഒരു ആക്ഷൻ പടമാണ്, അങ്ങനെയാണല്ലോ? അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. എടുത്തു പറയാൻ എന്താ പറയുക ഇഷ്ടപ്പെട്ടതായിട്ട്? അവരുടെ ഒരു മേക്കിംഗ് നൈസായിരുന്നു. പിന്നെ കൂടുതലും അറിയാലോ, ഷൂട്ടിംഗ് ആണ്, വേറെ രോമാഞ്ചം. ആക്ഷൻ തന്നെയാണോ പടം? ആക്ഷൻ തന്നെ. എങ്ങനെ നമുക്ക് അമൽനീരത്ത് സിനിമ കാണുന്ന പോലെയായിരുന്നു? ഒരു വരത്തൻ അല്ലെങ്കിൽ ഒരു യോബിൻ്റെ പുസ്തകം അതുപോലെയൊക്കെ തന്നെയാണോ തോന്നിയത്? ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ലൈക്ക് അതിൽ നിന്നും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആഷിഖ് കപൂറിൻ്റെ DOP എങ്ങനെയുണ്ട്? DOP ലെവല് നൈസാണ്. ഓരോ ഷോർട്സ് ആയാലും മീൻസ് നിങ്ങൾ കാണുക, കണ്ടിട്ട് പറയും.